കണ്ണൂരിൻ്റെ അഭിമാനമായ ആ ഒരു ഗായിക ഏതു വേദിയിൽ നമ്മൾ എപ്പോൾ കേട്ടാലും എല്ലാം മറന്നിരുന്ന് കയ്യടികളോടെ ഗാനം ആസ്വദിക്കുന്നു. ഈ ഗായികയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. ദ കളർഫുൾ പ്രസന്റേഷൻ ഓൺ ദ സ്റ്റേജ് നമ്മുടെ സ്വന്തം കണ്ണൂർ സീനത്ത്. വിശുദ്ധ പോരുളീനേ ബിബർകത്തോതും നേ ലില്ലാഹിൽ ഹംദില്ലാഹ് അല്ലാഹ് തിരുദാത്ത് ആയതിൻ സിഫാത്ത് ആയനെ ബിമോത്ത് ഹമീദിൻ സല്ലല്ലാഹ് ബിസ്മില്ലാഹി എന്നേ വിശുദ്ധ പോരുളീനേ ബിബർകത്തോതും നേ ലില്ലാഹിൽ
ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ആശകൾ അകന്നുപോയി, ആഗ്രഹങ്ങൾ ബാക്കിയായി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയി. ആശകൾ അകന്നുപോയി, ആഗ്രഹങ്ങൾ ബാക്കിയായി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയി. കൂട്ടുവച്ച സ്നേഹത്തിൻ നൂലറ്റു പോയി. വെറുതെ എൻ മനസ്സിൽ മോഹ കാറ്റായി നീ വീശിയടിച്ച്. സ്നേഹമാകും കുളിരും തന്ന് കൽബും കവർന്നു പോയ പെണ്ണെ, എന്നെ വിട്ടകന്നില്ലേ, കൂട്ടുവേറെ തേടിയില്ലേ. എന്നെ വിട്ടകന്നില്ലേ, കൂട്ടുവേറെ തേടിയില്ലേ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. തുടക്കമിൽ ചിരിച്ചു കാട്ടി ഒടുക്കമെന്നെ ചതിച്ചുപോയി. സ്നേഹം നടിച്ചെന്നെ നിരാശനാക്കിപ്പോയി. തുടക്കമിൽ ചിരിച്ചു കാട്ടി ഒടുക്കമെന്നെ ചതിച്ചുപോയി. സ്നേഹം നടിച്ചെന്നെ നിരാശനാക്കിപ്പോയി. ജീവൻ കൊടുക്കാനും തുനിഞ്ഞിറങ്ങി ഞാൻ. അരുതേ നീ മനതാരി ഇതുപോലുള്ള തമാശകളൊന്നും. ക്രൂരതയ്ക്ക് മെഡലും വാങ്ങി ഇരുളിൽ അകന്നു കഴിഞ്ഞു നീയെ. ജീവിതം തകർത്തില്ലേ, ജീവനും കളഞ്ഞില്ലേ. ജീവിതം തകർത്തില്ലേ, ജീവനും കളഞ്ഞില്ലേ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. ഇന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ.
ചേട്ടന്മാരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന കൈയടി. വടക്കുള്ളിലും കൈകളിലെത്തി കണ്ട കാർമുകിൽ പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജസ്റ്റിൻ ചേട്ടന് നല്ലൊരു കൈയടി. ഗിറ്റാർ, ബേസ് ഗിറ്റാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിബു ചേട്ടനും ജാക്സൺ ചേട്ടന് നല്ലൊരു കൈയടി. കീബോർഡിന്റെ മാന്ത്രികൻ, കീബോർഡിന്റെ എല്ലാമായ അടിമാലിയിൽ നിന്നൊരു മാണിക്യം ഷിജു അടിമാലിക്ക് നല്ലൊരു കൈയടി. പ്രശസ്ത പിന്നണി നായകൻ അഫ്സലിക്കയുടെ സഹോദരനും ഒരുപാട് കാസറ്റുകളും സിനിമകളിലും ഒക്കെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരുപാട് പ്രശസ്തനായ ഒരു കലാകാരനാണ്. എന്താ പറയാ, യാസർ യാഷിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഇടവേള സമയങ്ങളിൽ വിനോദം കണ്ടെത്തുന്നത് ഡ്രംസ് കൈകാര്യം ചെയ്തുകൊണ്ട് എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയ ഡോക്ടർ ഡാനിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. വരാമറ്റ മക്കളെ പോലെ ഒന്നിച്ചെടുത്ത രണ്ടുപേരും വളരെ സ്നേഹമായി, എപ്പോഴും ഭയങ്കര സ്നേഹമാണ്. പഴനിമല വിജയരാജും വിപിൻ ചേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ സൗണ്ട് സിസ്റ്റം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സൗണ്ട് സിസ്റ്റം സ്വപ്ന സൗണ്ട് നല്ലൊരു കൈയടി കൊടുക്കുക. ഏറ്റവും പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ കൊച്ചിക്കാരുടെ മുത്തായ പ്രിൻസ് ചേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ നല്ല ഭംഗിയായ സ്റ്റേജ്, ലൈറ്റ്, പുകയുടെ ഒരു കുറവുണ്ടായിരുന്നു, സാരമില്ല. എല്ലാ സുരക്ഷാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ പ്രോഗ്രാമിലൂടെ എന്നെ ക്ഷണിച്ച ഫാർമേഴ്സ് ബാങ്ക്. ഒരുപാട് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എന്താ പറയാ, അത്രയും പ്രശസ്തരായ ബാങ്കുകാരാണ് ഈ ഫാർമേഴ്സ് ബാങ്ക് അഞ്ചൽക്കണ്ടി. ഇതിനെയോടെ എന്നെ ക്ഷണിച്ച എല്ലാ അവിടുത്തെ ജീവനക്കാർക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇത്ര വൈകിയ നേരത്തെ 12 മണി കഴിഞ്ഞിട്ടും നാളെ എന്തെല്ലാമോ തിരക്കുകളുള്ളവരായിരിക്കും എല്ലാവരും. ഒന്നുമില്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങുന്ന ശീലമുള്ള ചേട്ടന്മാരെയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഈ പ്രോഗ്രാം കാണുവാൻ, ഇത്ര സ്നേഹപൂർവ്വം കാണാൻ, അത് വേണം പറയാൻ. എല്ലാ പാട്ടിനും അതിൻ്റെതായ പ്രോത്സാഹനം തന്നുകൊണ്ട് എന്നെ സഹായിച്ച ഈ നാട്ടിലെ നല്ലവരായ ഓരോ നാട്ടുകാർക്കും ഞാൻ അടുത്ത് വന്ന് നന്ദി 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 എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ എന്താ സൗണ്ട് ബൂസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു കൈയടി ആവാം. ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാം വർഗത്തിൽ അവർക്ക് ഹൃദയം. വേറെ ആർക്കും നന്ദി പറയാൻ വീട്ടിൽ പോയിട്ടില്ല. കുഞ്ഞു പിള്ളേർക്കുള്ള എല്ലാവർക്കും ഉൾപ്പെടെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഒത്തി കണ്ട് കൊണ്ട കണ്ട് കൊച്ചിയിലടിമ
അവൻ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ നിങ്ങളുടെ സുഹൃത്ത് മഹേഷ് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. വയത് പറഞ്ഞിരുന്നു, പള്ളിയിലെ മൂലിയരോ മറ്റോ ആയിരുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ കുറേ വയല് പറയാൻ വന്നിട്ടുണ്ട്. 14കാരൻ എന്നൊക്കെ പറഞ്ഞ് ആ വയലൊക്കെ ഞാൻ കുറേ മറന്നു പോയിരിക്കുന്നു പഠിച്ചൊക്കെ. പണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ വന്നിട്ടുണ്ട്. ആദ്യമായി കേരളത്തിൽ 14കാരൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ വയല് പറയാൻ വന്ന ഞാനായിരുന്നു. എനിക്ക് ശേഷമായിരുന്നു ഒരു പക്ഷേ കൂടുതൽ 14കാരന്മാരും 17കാരന്മാരൊക്കെ വന്നത്. നമുക്കൊരു വയല് കേൾക്കാം. വയല് എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ പ്രണയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കാതെ. ഇനി പ്രണയം നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊന്നിച്ച് കാണിക്കും. അപ്പം ഞാൻ പ്രണയിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി മമ്മൂക്കയുടെ ഒരു ഡയലോഗ് മതപ്രഭാഷണ രീതിയിൽ പറയാം. എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൈയടിക്കണം. പ്രത്യേകിച്ച് പ്രണയിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഈ വാക്ക് ശ്രവിക്കുക. ഭാവിയിൽ ഒരു വിരഹ കാമുകനാവാതിരിക്കുക. ഇന്നിതാ ആനന്ദത്തിൻ്റെ നാളുകളാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. അലയും തിരയും കാറ്റും കോളും സന്തോഷങ്ങളും ഒന്നിനുമീത മറ്റൊന്നൊന്നായി പരിണമിക്കുകയാണ്. പാടത്തും പീഡികത്തിണ്ണയിലും ഇരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നുപോയാൽ അവൾ എന്നോട് ലൈന എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, ഞാനൊന്നു പറയട്ടെയോ, പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചുകൊണ്ടടുക്കും, അവൾ കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം വീരകഥാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ചീറി വരും പാമ്പിനെ നമ്പ്, ചിരിച്ചു വരും പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതോ ഒരു തമിഴ് സിനിമയിൽ തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ രജനികാന്ത് പോലും പറഞ്ഞില്ലേ. ഒരു പെണ്ണ് കരഞ്ഞാൽ അതിനു കാരണം പലതാണത്രേ, എന്നാൽ ഒരാണ് കരഞ്ഞാലോ അതിനു കാരണം ഒന്നാണ്. പെണ്ണിൻ്റെ ചതിയാണ്, പെണ്ണിൻ്റെ വഞ്ചനയാണ്. ഇതെല്ലാ സുഹൃത്തുക്കളും മനസ്സിലോർക്കുക. എന്തായാലും നന്ദി, നമസ്കാരം. നമ്മുടെ തലശ്ശേരിക്കാരനായ ഒരു ചുറുചുറുക്കുള്ള പാട്ടുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഒരു മിടുക്കനായ ഒരു പ്രശസ്തനായ നടനായ അച്ഛന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തട്ടത്തിൻ മറയത്ത്. അതിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്ക്
എനിക്കറിയത്തില്ല. പട്ടത്തിൻ മറയത്തെ പെണ്ണേ ശരി, ഈ പാട്ട് പാടുന്നതിനായിട്ട് എനിക്ക് കറക്റ്റ് സമയം ഈ അഞ്ചരക്കണ്ടിയിലുള്ള നല്ല ഏറ്റവും മിടുക്കരായ നന്നായിട്ട് ഡാൻസ് ചെയ്ത 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. കുഞ്ഞുപിള്ളേർക്ക് വേറെ അവസരം തരാം. ഇപ്പൊ എനിക്ക് വേണ്ട കുറച്ചുകൂടി പ്രായമായ ബാബാ സെറ്റ് കൊണ്ട് കൊടുത്ത പിള്ളേരെ തന്നെ വിളിക്കാം. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നു. ബാബാ ഒരു 5 പേരോട് ഓടി വാ. ഇവിടെയാണോ കഴിവുള്ള കുട്ടികൾക്ക് മഞ്ഞം? വിളിച്ചപ്പോഴും നോക്കിയാൽ റെഡി ആയിട്ട് നിൽക്കുക ആഗ്രഹം കൊണ്ടുവരാന്. ആഗ്രഹം കൊണ്ടെങ്കിൽ പോരാ. വാ, എത്ര പേര്? 2 പേരില്ല. പഠിപ്പിച്ചിട്ട് നമുക്ക് സമയമില്ല. വാ, എണീച്ചോ. കണ്ടോ സെറ്റ് സാരി കൊടുക്കുന്ന ചേച്ചി ആവേശം തിളച്ചു കൊണ്ട് വരികട്ടോ. ഒരു 4 പേരായി. ഒരാളും കൂടെ, ഒരൊറ്റ ആളും കൂടെ. കറക്റ്റ് ശുദ്ധമല്ല വേണ്ടിട്ട്. വാ, വയസ്സാരോട് പറയില്ലേ പറയില്ലേ. എത്ര വയസ്സായിട്ട് കാര്യമില്ല. എപ്പോഴും ഈ മുഖം കണ്ടില്ലെങ്കിൽ ഒരു 18 തോന്നുള്ളൂ കേട്ടോ. ഒരു ഒറ്റ സുന്ദരിയും കൂടെ വേണം. അഞ്ചരക്കണ്ടിക്ക് ഒരൊറ്റ സുന്ദരിയും കൂടെ. എവിടെ? 5 സുന്ദരികളാണ് എനിക്ക് വേണ്ടത്. നന്നായിട്ട് ഡാൻസ് ഒരാളില്ലേ? ഇനി ഇവിടെ ഇല്ലേ? സുന്ദരിയില്ലേ? നടത്താൻ പോകുന്ന ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാണ്. ഇതിന് വിധി നിർണ്ണയിക്കുന്ന മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. ഇതിനകത്ത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കും, ഇന്നയാളുടെ പേരുകളൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കൈയടിയിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇവരെ വീക്ഷിച്ചു കൊടുക്കുക. സമ്മാനം കൊടുക്കുന്ന നല്ലൊരു സമ്മാനം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്തോളുക. തുടങ്ങാൻ ഒരു ഉഷാറാൻ വേണ്ടി നല്ലൊരു കൈഡ് കൊടുത്ത് ഇവർക്ക് എല്ലാവരും കൂടെ തുടങ്ങാം. പണ്ടൊക്കെ സ്റ്റേജിൽ വിളിച്ച് കേട്ടി കഴിഞ്ഞാൽ അമ്പിളർക്ക് മാത്രമേ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പെൺപിള്ളേർക്ക് അത് ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്ന് എന്തൊരു ഡാൻസായി അഞ്ചരക്കടികളുള്ള പെൺപിള്ളേർ നല്ല പെൺപുലികളെന്ന് എനിക്ക് വിശ്വസിപ്പിക്കാൻ തോന്നും. നല്ല മിടുക്കരായിട്ടുള്ളവരാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് വിളിച്ചു കൊടുക്കാം. ഉള്ളതിൽ തമിഴ് പേര് തൊമ്മൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരിലൂടെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ആകെ സംശയമായി പോയി. ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളുടെ പേര് അനഘയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. രേഷ്മ, അഷിത, അതുല്യ, സിലിയ, രസ്ന, ഷിബിന, അഷിത. ഇവർ രണ്ടുപേരിൽ നിന്നാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാ അഷിത കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക്, ഷിബിനിക്കാണെങ്കിലോ വിജയൻ ചേട്ടൻ ഇങ്ങോട്ട് വരിക. വിജയൻ ചേട്ടൻ എവിടെ? ജയൻ ചേട്ടൻ. ജയൻ ചേട്ടൻ ഇവർക്ക് 2 പേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ തന്നെ നല്ല മിടുക്കരെ. നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര എല്ലാ തരത്തിലും ഡാൻസ് ചെയ്യാനാവണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യണമെന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ എല്ലാവർക്കും അതാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രത്യേകത. അവർ 1-2 സ്ഥാനക്കാർക്കല്ല, അവരെല്ലാവർക്കും എന്താണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്? ഒരു പൂവാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും പൂവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് സമ്മാനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്? ഒരു കാര്യം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ് അങ്ങ് എടുത്തോട്ടെ. ചേട്ടാ എന്താ കൊടുക്കാൻ പോണത്? എന്തോ കൂടിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തോ വിശേഷപ്പെട്ട
എന്തായിരിക്കും ചേട്ടാ ഇത്? ആ ശരി, നല്ല സമ്മാനം തന്നെയാണ്. ചേട്ടനെ ഞാൻ കൊടുത്തു, 2 പേരുടെ ഒന്ന് മേടിച്ചു. കണ്ടിട്ട് കീറി എടുത്താൽ മതി. എല്ലാവർക്കും നല്ലൊരു കേടി കൊടുത്തിട്ട് നമുക്ക് വിടാം. ശരി, നന്ദി കേട്ടാ. നടന്നുകൊണ്ട് നടന്നാരോ കുന്നിതിറങ്ങുളേ, നടന്നുകൊണ്ട് നടന്നാരോ കുന്നിതിറങ്ങുളേ, നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ആവോ താവാരോ നാളെ കൂടണല്ലോ, ആവോ താവാരോ നാടക ചുറ്റണല്ലോ, ആവോ താവാരോ നാടക കൂടിയിട്ട്, ആവോ താവാരോ രാത്രിയ കൂടണല്ലോ. ദേശം ചുറ്റിക്കടക്കാരും വധത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കടക്കാരും വധത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കടക്കാരും വധത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കടക്കാരും വധത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ താവാരോ പിണ്ടിയൊടിച്ചു വന്നേ, ആവോ താവാരോ പിണ്ടിയൊടുത്തിയല്ലോ, ആവോ താവാരോ കഴുത്തിനെ കത്തുന്നല്ലോ, ആവോ താവാരോ ലോകത്ത് മുൻപിണക്ക്. ചുറ്റുമെറിയുന്നേ നടന്നോരത്താകു മറയുന്നേ, ഓരച്ചെന്ന് നടന്നോരു വല പാണ്ടി കുന്നു കയറുന്നേ, ഓരച്ചെന്ന് നടന്നോരു വല പാണ്ടി കുന്നു കടന്നോരും ഇപ്പത്താകെ നിറക്കുന്നേ, നിറമാറും നെല്ലയിരുത്തും കടന്നോരും ഇപ്പത്താകെ നിറക്കുന്ന നിറമാറും നെല്ലയിരുത്തും. ആവോ താവാരോ ഉണരണല്ലോ, ആവോ താവാരോ ആരു വരവിതമേ, ആവോ താവാരോ കുറുക്കണല്ലോ, ആവോ താവാരോ ഉൾമെരിയണല്ലോ. നെഞ്ചിത്തങ്ങമൊരുങ്ങുന്നേ വരഞ്ചാക്കൂർ കയറുന്നേ, പള്ളിക്കുന്നില്ല മുറ്റത്ത് വളപൂരി തങ്ങമൊരുങ്ങുന്നേ, ചുടക്കുന്നേ കടുവാക്കല്ലുന്നേ, അപ്പന്മാരെ വലത്താലും നിറഞ്ഞേ പയതടുക്കുന്നേ, മുറുക്കണല്ലോ, അപ്പു പിടിക്കണല്ലോ, മണ്ണ് പറക്കണല്ലോ, എല്ലിടി വെക്കണല്ലോ. المرحبا تعالوا سوا കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്, കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്,
നാട്, കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. കടലലകൾ വീണമിട്ടുമെൻ്റെ നാട്ടില്, കായലോളം കഥ പറയും എൻ്റെ നാട്ടില്. കടലലകൾ വീണമിട്ടുമെൻ്റെ നാട്ടില്, കായലോളം കഥ പറയും എൻ്റെ നാട്ടില്. നെൽക്കതിരുകൾ പീലി നീട്ടും വയൽവരമ്പില്, നെൽക്കതിരുകൾ പീലി നീട്ടും വയൽവരമ്പില്. പാട്ടുപാടി വാരിയെത്തും കുഞ്ഞു പറവകൾ, പാട്ടുപാടി വാരിയെത്തും കുഞ്ഞു പറവകൾ, കുഞ്ഞു പറവകൾ. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. മേടമാസം പൂത്തു നിൽക്കും പൂക്കളും, കാറ്റിനൊത്ത് നൃത്തമാടും കേരവൃക്ഷവും. മേടമാസം പൂത്തു നിൽക്കും പൂക്കളും, കാറ്റിനൊത്ത് നൃത്തമാടും കേരവൃക്ഷവും. പാനിലാകെ ശോഭതീർക്കും താരകങ്ങളും, പാനിലാകെ ശോഭതീർക്കും താരകങ്ങളും. എന്നുമെന്നുമെൻ്റെ നാടിൻ കഥ പറഞ്ഞിടും, എന്നുമെന്നുമെൻ്റെ നാടിൻ കഥ പറഞ്ഞിടും, കഥ പറഞ്ഞിടും. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്, കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. കൂട്ടുകാരുമൊത്തു ഞാൻ കളിച്ച നാട്, കുറുമ്പു കാട്ടി ഞാൻ വളർന്നൊരെൻ്റെ നാട്. കേളി കേട്ട കേളിയുള്ള കേരള നാട്, പച്ചയാൽ പുതച്ചു നിൽക്കുമെൻ്റെ നാട്, ഞാൻ പിറന്ന നാട്. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്, കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. കലാകേരളം ക്രിയേഷൻസ് നിർമ്മിച്ച് സമീർ നാസർ സംവിധാനം ചെയ്യുന്ന പകൽ തീർന്ന വഴിയിൽ എന്ന ഈ സിനിമയിൽ പാടാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാടുന്നു ഈ കാന്തം, ഏതോ ഏതേതോ മൗനങ്ങൾ തൻ ഈണം. എൻ്റെ ആദ്യ ഫിലിം സോങ് ആണ് ഈ ചിത്രത്തിലുള്ളത്. എൻ്റെ എല്ലാ ആൽബം ഗാനങ്ങളും സ്വീകരിച്ചതുപോലെ ഈ ഒരു സിനിമാ ഗാനവും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം തൻസീർ കൂത്തുപറമ്പ്. ദൂരയോ
വെണ്ണക്കൽ പാടവിഞ്ഞാൻ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിഞ്ഞാൻ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ കന്നിത്താമര പൂത്തൊരു കനിയോ കണ്ണിനിഴയത് കോത്തൊരു നിധിയോ മണ്ണിൽ നീയൊരു സ്വർഗ കനിയോ കന്നിത്താമര പൂത്തൊരു കനിയോ കണ്ണിനിഴയത് കോത്തൊരു നിധിയോ മണ്ണിൽ നീയൊരു സ്വർഗ കനിയോ കനിയേ നീ ദുനിയാവിൻ എവിടെ ബീവി കലമാനിയുള്ള പുന്നാര ബീവി വെണ്ണക്കൽ പാടവിയാൻ അടർത്തിനാളേ വെൺതാര മലർ പോലെ ചിരിക്കുന്നോളേ സുന്ദരി നിന്നെയൊരുക്കിയതാര് ചന്ദന പൂമണം പൂശിയതാര് ചന്ദ്രിക വാർമുഖം നൽകിയതാര് സുന്ദരി നിന്നെയൊരുക്കിയതാര് ചന്ദന പൂമണം പൂശിയതാര് ചന്ദ്രിക വാർമുഖം നൽകിയതാര് നേരിട്ട് സുവർഗത്തിൽ ഇറങ്ങി വന്നോ കൂറി നീ വാരി തെറ്റി ഇവിടെ വന്നോ വെണ്ണക്കൽ പാടവിയാൽ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ അരന്റെ പിടയൊത്ത നടയുടെ മട്ട് അരമുട്ടിത്തെറിക്കുന്ന മുടിയുടെ കെട്ട് അതുള്ളും കുജമിരുമാതളമൊട്ട് അരന്റെ പിടയൊത്ത നടയുടെ മട്ട് അരമുട്ടിത്തെറിക്കുന്ന മുടിയുടെ കെട്ട് അതുള്ളും കുജമിരുമാതളമൊട്ട് യൗവന പാടവിന്നി നടത്തും കൽബ് യവനിക മാറത്തുള്ളിൽ തിളങ്ങും ഹുബ് വെണ്ണക്കൽ പാടവിയാൽ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിയാൽ അടർത്തിനാളേ വെൺതാര മാലർ പോലെ ചിരിക്കുന്നോളേ വെണ്ണക്കൽ പാടവിയാൽ അടർത്തിനാളേ
പെൺതാര മാലർ പോലെ തിരിക്കുന്നോളേ.
സ്പെഷ്യൽ മർഹബ താരോത്സവം. കലാകേരളം ക്രിയേഷൻസ് നിർമ്മിച്ച് സമീർ നാസർ സംവിധാനം ചെയ്യുന്ന പകൽ തീർന്ന വഴിയിൽ എന്ന ഈ സിനിമയിൽ പാടാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആരാരോ പാടുന്നു ഈ കാന്തം, ഏതോ ഏതേതോ മൗനങ്ങൾ തൻ ഈണം. എൻ്റെ ആദ്യ ഫിലിം സോങ് ആണ് ഈ ചിത്രത്തിലുള്ളത്. എൻ്റെ എല്ലാ ആൽബം ഗാനങ്ങളും സ്വീകരിച്ചതുപോലെ ഈ ഒരു സിനിമാ ഗാനവും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം തൻസീർ പുത്തൂർ. ദൂരയോ
और शेषनाग आइए अच्छा यूं ना मैं हूँ सारे जग मेरे